ഇവിടെ എൻ്റെ ഭർത്താവും അവിടെ എൻ്റെ കർത്താവും എനിക്ക് അനുകൂലമാണെങ്കിൽ, അവിടെ എൻ്റെ കർത്താവും ഇവിടെ എൻ്റെ ഭർത്താവും എനിക്ക് സപ്പോർട്ടുണ്ടെങ്കിൽ, പിന്നെ ഈ ലോകത്തിൻ്റെ സകലരും എനിക്കെതിരായിട്ട് വന്നാല് ഞാനതിനെ പൂ പോലെ വിടും. അതാണ് എൻ്റെ ഒരു മെന്റാലിറ്റി. ദേവജന സമാജമേ, നിങ്ങളെ ശേഷം ജീവനാഥനെ സ്തുതിപ്പീൻ. ജീവൻ അരുളും നിത്യജീവാമൃതമാം യേശുദേവൻ നമ്മുടെ മധ്യമേവുന്നതു നിമിത്തം. ദേവജന സമാജമേ, നിങ്ങളെ ശേഷം ജീവനാഥനെ സ്തുതിപ്പീൻ. നമ്മൾ പാട്ടിനെ കുറിച്ച് പറഞ്ഞാണ് നമ്മൾ തുടങ്ങിയത്, സംഭാഷണം ആരംഭിച്ചത്. അതെ. അപ്പൊ നമുക്കൊരു പാട്ട് പാടിക്കൊണ്ടങ്ങ് തുടങ്ങിയാലോ? പിന്നെന്താ, പാട്ടിനാണല്ലോ ഞാൻ ഏറ്റവും മുൻസ്ഥാനം കൊടുക്കുന്നത്. പാട്ടാണ് എൻ്റെ ഈ സുവിശേഷ പ്രവർത്തനങ്ങളിൽ ഏറ്റവും എന്നെ സ്വാധീനിച്ചിട്ടുള്ളത്. എനിക്കത് മനസ്സിലായിട്ടുള്ളത്, ഈ പാട്ട് പാടിക്കഴിഞ്ഞാൽ എത്ര നമ്മൾ സംഭാഷിക്കുമ്പം അവർ നമ്മളിൽ നിന്നങ്ങ് മാറിപ്പോകും. എന്നാൽ പാട്ട് കേൾക്കുമ്പോൾ അവർ പതുക്കെ 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 നമ്മളെ വന്ന് നോക്കും. അതിനൊരു ഉദാഹരണമായി അതിനെന്നെ സ്ഥിരപ്പെടുത്തിയ ചില പാട്ടുകളുണ്ട്. അനേക ഭക്തന്മാരുടെ പാട്ടുകൾ, നിത്യതയിൽ വിശ്രമിക്കുന്ന അനേക ഭക്തന്മാരുടെ പാട്ടുകളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാട്ടാണ് മൂത്താമ്പാക്കൽ കൊച്ചുകുഞ്ഞ് ഉപദേശിയുടെ ഞാനിവിടെ അല്പം താമസിക്കുമെന്ന് ഉള്ള ഒരു പാട്ടിൻ്റെ ഒരു സ്റ്റാൻസയാണ് അത്. ഇനിമേൽ എനിക്കില്ലോർ ഭയം എന്നുള്ള ആ പാട്ടിൻ്റെ ഒരു സ്റ്റാൻസയാണ്. ഞാനിവിടെ അല്പം താമസിക്കും, അവനു വേണ്ടി പല വേല ചെയ്യാൻ. ദൈവമേ ആയിരം ആയിരങ്ങൾ അങ്ങേ മറന്നിങ്ങോ വസിച്ചിടുമ്പോൾ, ആയിരങ്ങൾ പതിനായിരങ്ങൾ, ആയിരങ്ങൾ പതിനായിരങ്ങൾ അങ്ങേ മറന്നിങ്ങ് വസിച്ചിടുമ്പോൾ ഞാനിവിടെങ്ങനെ വിശ്രമിക്കും. അങ്ങനെ ഒരു പാട്ടിൻ്റെ ഒരു സ്റ്റാൻസ ഉണ്ട്. അതിൻ്റെ അകത്ത് അർത്ഥം ഓർത്ത് കഴിഞ്ഞാൽ 1000 ജനങ്ങൾ 10,000 യേശുക്രിസ്തു ആരെന്ന പേര് പോലും കേൾക്കാത്തവരിയ്ക്കുമ്പോൾ നമുക്കിവിടെ ദൈവം തരുന്നത് വല്ലതും തിന്ന് കുടിച്ച് സുഖിച്ച് എങ്ങനെ ജീവിക്കുന്നത് നമ്മളോട് തന്നെ നാം ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുവിശേഷത്തിന് ഇറങ്ങിപ്പോകാൻ വലിയൊരു പ്രചോദനം നമുക്കുണ്ടാകും. ആ പാട്ടാണ് എന്നെ വളരെ സ്വാധീനിച്ചത്. ആ പാട്ടിന്റെ ആരംഭം ഇനിമേൽ എനിക്കില്ലോർ ഭയം. അതെ, എൻ്റെ പപ്പ നല്ലൊരു പാട്ടുകാരനായിരുന്നു. ആ പപ്പ പാടി പാടി എനിക്ക് ആ പാട്ട് നല്ല ഓർമ്മയാണ്. നിങ്ങളെല്ലാവരും പൊതുവെ പാടുന്നവരാണല്ലോ. പ്ലൻസുമോളും പാടും, നന്നായിട്ട് പാടും. നമ്മളായിട്ട് കൂടെ മത്സരത്തിനൊക്കെ പലപ്പോഴും ഒരുമിച്ച് നിന്ന് പാടിയിട്ടുണ്ടല്ലോ അല്ലേ. അതൊന്നും ആരും ഒന്ന് വീഡിയോ എടുക്കാനോ ഒന്ന് വൈറലാക്കാനോ തുനിഞ്ഞില്ല. അന്ന് നമുക്ക് അങ്ങനെയുള്ളൊരു ചിന്ത വന്നതുമില്ല. അതുകൊണ്ട് നമ്മളെല്ലാം ഇങ്ങനെ അങ്ങ് പമ്മിപ്പോയി. ആ തുടക്കത്തിൽ ആ സ്റ്റാൻസ കൂടെ ഒന്ന് പാടുമോ? ഇനിമേൽ എനിക്കില്ലോർ ഭയം, ഇനിമേൽ എനിക്കില്ലോർ ഭയം. വിശ്വാസ കപ്പലിൽ കാറ്റുകളടിച്ചാൽ തിരകളാൽ അലഞ്ഞാൽ നാശത്തിൻ പാറമേൽ തട്ടിയിട്ടുടയാ യേശു എൻ പ്രിയനെ കാണുമേ ഞാൻ, യേശു എൻ പ്രിയനെ കാണുമേ ഞാൻ, കാണുമേ ഞാൻ, കാണുമേ ഞാൻ. സ്വർഗസിയോൻ പുരി അവിടെ എത്തി, യേശു എൻ പ്രിയനെ കാണുമേ ഞാൻ. ഇനിമേൽ എനിക്കില്ലോർ ഭയം, ഇനിമേൽ എനിക്കില്ലോർ ഭയം. ആന്റിക്ക് പാട്ട് പാടാനുള്ള പരിശീലനം എവിടെ നിന്ന് ലഭിച്ചേ? ക്ലാസിക്കലായിട്ട് പാട്ട് പഠിച്ചിട്ടുണ്ടോ? പരിശീലനം ലഭിക്കുക എന്ന് പറയുമ്പോൾ നമ്മളിപ്പം ഇന്ന് ഈ കാലയളവിൽ നോക്കിക്കഴിഞ്ഞാൽ സാധാരണ ഒരുമാതിരിപ്പെട്ടവരെ എല്ലാവരും പാടുന്നവരാണ്, പാടും. അവരൊക്കെ ഈ ക്ലാസിക്കൽ ടൈപ്പിലെ ആയിരിക്കത്തില്ല, നന്നായിട്ട് പാടുന്നവരായിരിക്കും. ഒരു മ്യൂസിക്കൊക്കെ വെച്ച് നന്നായിട്ട് പാടുന്ന ഒരു സമൂഹത്തിലാണല്ലോ. എവിടെ നോക്കിയാലും അത് പാരമ്പര്യമായിട്ട് അവർക്കൊന്നും ഇല്ലെങ്കിൽ തന്നെ അവരിങ്ങനെ കേട്ട് 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 നന്നായിട്ട് പാടും. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ എൻ്റെ പിതാവ് ഒരു ആറന്മുള ക്ഷേത്രത്തിൽ പാരമ്പര്യമായിട്ട് അവർ പാടുന്ന ഒരു കുടുംബത്തിൽപ്പെട്ടവരായിരുന്നു. ദേവനെ ഉറക്കുകയും ഉണർത്തുകയും ചെയ്യുന്ന ഒരു ശുശ്രൂഷയുണ്ട് പണ്ട് കാലങ്ങളിലൊക്കെ. ഇപ്പോഴുണ്ടോയെന്ന് എനിക്ക് അത്രത്തോളം അറിയത്തില്ല.
ആ ശുശ്രൂഷയിൽപ്പെട്ടതായിരുന്നു എൻ്റെ പിതാവ്. ഭാഗവതരായിരുന്നു. അങ്ങനെ ആയിരിക്കുന്ന സന്ദർഭത്തിലാണ് ആ കാലയളവിൽ മൂത്താമ്പാക്കൽ കൊച്ചു ദേശി മഹാകവി KV സൈമൺ സാറൊക്കെ ആ ഭാഗങ്ങളിൽ പാർത്തിരുന്നവരാണ്. എൻ്റെ ഫാദർ ആറന്മുള ആ ഭാഗത്തായിരുന്നു പാർത്തിരുന്നവരുടെ കുടുംബം അവിടെയായിരുന്നു. അപ്പം ഇവരൊക്കെ പാടുന്നതായ പാട്ട് ക്രിസ്തുദേവനെ ഏറ്റവും ഉയർത്തി, അവരുടെ ദേവനെ ഏറ്റവും ഉയർത്തി പാടുമ്പോൾ അതിനേക്കാളിൽ സകലത്തിൻ്റെ സൃഷ്ടിതാവുമായ സകല ചരാചരങ്ങളുടെ ഉടയവനായ ആ ദൈവത്തെ എത്രമാത്രം ഉയർത്താമോ അത്രയും ഉയർത്തുള്ള അനുഗ്രഹിക്കപ്പെട്ട നല്ല നല്ല പാട്ടുകൾ അവരെഴുതി പാടും. അപ്പോൾ എൻ്റെ ഫാദറിനെ വിളിപ്പിച്ച് അവർ പാടിപ്പിക്കും, അവരുടെ വീട്ടിൽ വെച്ച് പാടിപ്പിക്കും. അപ്പോഴാണ് ഇവർ ഈ ക്ഷേത്രത്തിൽ എത്രയോ നാളുകൾ പാടിയെങ്കിലും കിട്ടാത്തതായ ഒരു സമാധാനവും ഒരു സന്തോഷവും അതിൻ്റെ അർത്ഥങ്ങളും ഒക്കെ മനസ്സിലാക്കി അതെൻ്റെ ഫാദർ അതിനെക്കുറിച്ച് പാടി സന്തോഷിച്ചപ്പോൾ ഇതാണ് യഥാർത്ഥത്തിൽ ജീവിക്കുന്ന ദൈവം എന്നുള്ള ബോധം എൻ്റെ പിതാവിനുണ്ടായി. അതിന് നമ്മുടെ KV സൈമൺ സാറിൻ്റെ ഒരു പാട്ടുണ്ട്, ദേവജന സമാജമേ നിങ്ങളെ ശേഷം ജീവനാഥനെ സ്തുതിപ്പീൻ, ജീവൻ അരുളും നിത്യജീവാമൃതമാം യേശുദേവൻ നമ്മുടെ മധ്യമേവനതു നിമിത്തം, ദേവജന സമാജമേ നിങ്ങളെ ശേഷം ജീവനാഥനെ സ്തുതിപ്പീൻ എന്ന് പറഞ്ഞാൽ ജീവൻ തന്നവനായ, ജീവിപ്പിക്കുന്നവനായ, ജീവിക്കുന്നവനായ ആ ദൈവത്തെ, ദൈവം സൃഷ്ടിച്ചതായ സകല ചരാചരങ്ങളുമേ ആ ദൈവത്തെ സ്തുതിക്കുവാൻ അങ്ങനെയുള്ള പാട്ടുകൾ പാടിയപ്പോൾ എൻ്റെ ഫാദറിന് അത് ബോധ്യമായി, ഇതാണ് യഥാർത്ഥത്തിൽ ജീവിക്കുന്ന ദൈവം എന്നൊരു ബോധ്യമുണ്ടായി. അങ്ങനെ ഈ ജീവിക്കുന്ന ദൈവത്തെ ഉള്ളിൽ സ്വീകരിച്ചുകൊണ്ട് ഏറിയ നാളുകൾ അങ്ങനെ ജീവിക്കുമ്പോഴാണ് പിന്നെ അതിൽ നിന്നൊക്കെ പുറത്തു വരാൻ ഏറിയ വർഷങ്ങളെടുത്തു. ഏറിയ നാളുകൾക്ക് ശേഷമാണ് പുറത്തു വരുന്നത്. അത് പാരമ്പര്യമായിട്ട് ഞങ്ങൾ 8 സഹോദരങ്ങൾ, ഞങ്ങൾ അതിൽ 6 പേര് ഉണ്ടിപ്പം, 2 പേര് ലോകത്തിൽ നിന്ന് പോയെങ്കിലും എല്ലാവരും ഞങ്ങൾ പാടുന്നത്, 8 പേര് നന്നായിട്ട് പാടുന്നവരാണ്. അത് എൻ്റെ പാരമ്പര്യമായിട്ട് എൻ്റെ ഫാദറിൽ നിന്ന് കിട്ടിയതായ ആ പാരമ്പര്യം. ഞങ്ങൾ എല്ലാവരും പാടും, നന്നായിട്ട് പാടും. എല്ലാവർക്കും ക്ലാസിക്കൽ പാട്ടാണ് ഇഷ്ടം. പിന്നീട് എത്ര നാളുകൾക്ക് ശേഷമാണ് പിതാവ് വിശ്വാസത്തിലേക്ക് വരുന്നത്? പിന്നെ ആദ്യമേ എൻ്റെ പിതാവ് ഇങ്ങനെ യേശുവിനെ സ്വീകരിച്ചൊക്കെ അവരിങ്ങനെ ഉള്ളത്തിൽ എൻ്റെ പിതാവും എൻ്റെ പിതാവിൻ്റെ പിതാവും അവർ 4 സഹോദരങ്ങളുമായിട്ടാണ്, 4 സഹോദരങ്ങളുണ്ടല്ലോ, ഒരാളെ കെട്ടിച്ചു പോയി, അവർ വന്നില്ല. പിതാവിൻ്റെ സഹോദരങ്ങൾ എൻ്റെ പിതാവിൻ്റെ സഹോദരങ്ങളുമായിട്ട് കോഴഞ്ചേരി മാർത്തോമ പള്ളിയിൽ അവർ തളിച്ച് സ്നാനം ചെയ്ത് എൻ്റെ പിതാവിനെ അങ്ങനെ ക്രിസ്ത്യാനിയാക്കുമായിരുന്നു. അന്ന് ഞങ്ങൾ കോഴഞ്ചേരി പള്ളി പോകുമായിരുന്നു. കോഴഞ്ചേരി മാർത്തോമ കൺവെൻഷൻ, മാരോമൻ കൺവെൻഷൻ, കോഴഞ്ചേരി പള്ളി, അങ്ങനെയായിരുന്നു ആ നാളുകളിലൊക്കെ അങ്ങനെയായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് അവിടെ ജീവിക്കുവാൻ ഒക്കാത്ത ഒരവസ്ഥ ഉണ്ടായി. ഞങ്ങളുടെ ആ ദേശത്ത് പാർക്കുവാൻ ഒക്കാത്തൊരവസ്ഥ ഉണ്ടായപ്പോൾ എൻ്റെ പിതാവ്, ഞങ്ങൾ 8 കുഞ്ഞുങ്ങളായിരുന്നു, 8 പേരുമായിട്ട് പുനലൂർ പോയി പാർക്കുമായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ പുനലൂർ പോയേക്കുന്നത്. പുനലൂർ പോയാൽ കാരണമായത്. അത് ആരിൽ നിന്നാണ് എതിർപ്പുണ്ടായത്? എൻ്റെ അച്ഛൻ്റെ കുടുംബക്കാരും ബന്ധുക്കളും എല്ലാം ഞങ്ങൾക്ക് ഭയങ്കര എതിർപ്പായിരുന്നു. ഇപ്പം വീടൊക്കെ തീയിട്ട് ചുട്ട് കളഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് ഒരിടത്ത് ജോലിക്ക് പോകാൻ ഒക്കത്തില്ല, ഒരു പണി ചെയ്യാൻ പറ്റത്തില്ല, പണി തരത്തില്ല. അങ്ങനെ ഒരു ഭയങ്കര ഏക്കർ കണക്കിന് വസ്തുവുള്ള ഒരു കുടുംബത്തിലെ ആയിരുന്നെങ്കിലും അവർ വസ്തുവകളൊന്നും കൊടുക്കത്തില്ലെന്നായി. അങ്ങനെ പാരമ്പര്യമായിട്ട് കിട്ടുന്നതാണല്ലോ ഈ മക്കത്തായോ മരുമക്കത്തായോ ഒക്കെ വ്യവസ്ഥ അനുസരിച്ചൊക്കെ കിട്ടുന്ന പൈസ ഒന്നും അവർ കൊടുക്കത്തുമില്ല, വസ്തു കൊടുക്കത്തില്ലെന്നൊക്കെ ആയപ്പോഴാണ് പിന്നെ ആ കാര്യങ്ങളെല്ലാം മാർത്തോമായിലെ മെത്രാച്ചന്മാരൊക്കെ അതിനെ കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് അവരാണ് ഞങ്ങൾക്കത് വാങ്ങിച്ചു തരാനുള്ള സാഹചര്യം ഉണ്ടായി. പിന്നെ അത് ഞങ്ങൾ ഇവിടെ നിന്നെല്ലാം വിറ്റ് പറക്കി തുച്ഛമായ വിലയ്ക്ക് വിറ്റിട്ട് ഞങ്ങൾ പുനലൂർ പോയി പാർത്തു. അങ്ങനെ പുനലൂർ എവിടെയാ? പുനലൂര് വന്മള എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. അതായത് മുക്കടവ് പാലത്തിൻ്റെ അവിടെ ഇറങ്ങിയിട്ട് അതിന് സൈഡേക്കുള്ള ഒരു വഴി അങ്ങനെ പോകുമ്പോൾ ഒരു ചെറിയൊരു ഗ്രാമമുണ്ട്, വന്മള എന്ന് പറഞ്ഞ്. ഞങ്ങളവിടെ പോയി പാർത്തത്. നമ്മൾ ഇത്ര സംസാരിച്ചെങ്കിലും പിതാവിൻ്റെയും മാതാവിൻ്റെ പേര് പറഞ്ഞില്ലല്ലോ. ഇല്ല, എൻ്റെ പിതാവിൻ്റെ പേര് ഭാസ്കരൻ നായർ എന്ന് പറയും. നായർ കുടുംബത്തിൽ ഇറങ്ങിയതാണ് അങ്ങനെ. പക്ഷേ എൻ്റെ ക്രിസ്ത്യാനി അതിന് ശേഷം എൻ്റെ അമ്മയും വിവാഹം കഴിക്കുന്നത് ഒരു ക്രിസ്ത്യ കുടുംബത്തിൽ നിന്നാണ് കല്യാണം കഴിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ യഥാർത്ഥത്തിൽ ഞങ്ങൾ അമ്പലത്തിലും പോകത്തില്ല, പള്ളിയിലും പോകത്തില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഞങ്ങൾ വളർന്നത്. പക്ഷേ ഭയങ്കര ദൈവവിശ്വാസം, ആഴമായി ഉറച്ച ദൈവവിശ്വാസം ഞങ്ങളിൽ എല്ലാവരിലും ഞങ്ങളുടെ പിതാവ് ഞങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു. കാര്യം
ഒരു അന്യ ദൈവത്തെ ആരാധിക്കുവാനോ വിളിക്കുവാനോ വീട്ടിലൊരു ഫോട്ടോ പോലും വെച്ച്, അല്ല ഒരു കുരിശിൻ്റെ രൂപം പോലും വെച്ച് ആരാധിക്കുവാനോ അതിനെ വന്ദിക്കുവാനോ എൻ്റെ പിതാവ് അനുവദിക്കത്തില്ലായിരുന്നു. അത്ര ഭയങ്കര സ്ട്രിക്റ്റായിട്ടായിരുന്നു ഞങ്ങളെ വളർത്തിയത്. കാര്യം ഏക സത്യ ദൈവമായ ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് സന്ധ്യ ആകുന്ന ഉടനെ ഒരു ഹൈന്ദവൻ സന്ധ്യ ആകുന്ന ഉടനെ അവൻ്റെ വിളക്കും കത്തിച്ച് അവൻ്റെ ദേവൻ്റെ മുമ്പിലിരുന്ന് അവൻ്റെ ആ നാമം പറഞ്ഞ് ആരാധിക്കുമ്പോൾ ആ നാമത്തെക്കാൾ ശ്രേഷ്ഠമായ സകല നാമത്തിന് മേലായ നാമമായ നമ്മുടെ കർത്താവിൻ്റെ നാമം പാടി ദേശം മുഴുവനും നമ്മുടെ ഭവനം മുഴുവനും അതുകൊണ്ട് അങ്ങ് തിക്കി അങ്ങ് ദൈവത്തെ ആരാധിക്കുന്ന ആ സ്വരം കൊണ്ട് അങ്ങ് മുഖരിതമാക്കണം എന്നുള്ള വലിയ ഒരു നിർബന്ധം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഈ 8 മക്കളെയും എൻ്റെ പിതാവ് കൊച്ചു പിള്ളേരായിരിക്കും, ഞങ്ങൾ കൊച്ചു പിള്ളേരായിരിക്കും. ആ കൊച്ചു പിള്ളേരെല്ലാം വെച്ച് ഞങ്ങൾ ഒരുമിച്ച് ഇരിക്കുന്നു. സന്ധ്യ ആകുമ്പോൾ ഞങ്ങൾ പാടി പ്രാർത്ഥിക്കും. പാടുന്ന ഒരു ചുമ്മാ ഒരു പാടി പ്രാർത്ഥന എന്നല്ല, ഒരു 10-15 പാട്ട് പാടും. ഒരു 10-15 പാട്ടും പാടി വേദപുസ്തകം വായിച്ച് പ്രാർത്ഥിക്കാതെ ഞങ്ങൾക്ക് ഒരിക്കലും ഭക്ഷണം തരത്തില്ലായിരുന്നു. അങ്ങനെ ഭയങ്കര സ്ട്രിക്റ്റായിട്ട്. അതുകൊണ്ട് യേശുവിലുള്ള ഭയങ്കര വിശ്വാസം ഞങ്ങളിൽ എല്ലാവരും ഉണ്ടായിരുന്നു. അതായത് യേശു അല്ലാതെ ആരാധിക്കാൻ യോഗ്യനാരുമില്ല എന്ന് ഞങ്ങളിൽ എല്ലാവരിലും ഭയങ്കരമായിട്ട് ഞങ്ങളുടെ പിതാവ് ഞങ്ങൾക്ക് തന്നു. അതിൽ നിന്നാണ് ഇവിടെ പോയി കഴിഞ്ഞാൽ ഞങ്ങളുടെ പിതാവ് അടിച്ച് ശരിയാക്കുകയും ചെയ്തു. ഞങ്ങൾ ഒരു വിധത്തിലും മറ്റൊരു ദൈവങ്ങളെ വിളിക്കുവാനോ ആരാധിക്കുവാനോ തയ്യാറായിരുന്നില്ല. അത് ഈ മാർത്തോമ കുടുംബത്തിൽ നിൽക്കുമ്പോൾ തന്നെ അങ്ങനെയായിരുന്നു. പെന്തക്കോസ്തിലേക്കൊക്കെ വരുന്നതിന് മുമ്പ് അതെ, മാർത്തോമായിൽ നിൽക്കുമ്പോഴും അങ്ങനെ തന്നെ. അത് ഞങ്ങൾ മാർത്തോമായിലും അധികം പോയിട്ടില്ല. കാര്യം അവിടെ ആയിരിക്കുമ്പോഴും ഞങ്ങൾ കോഴഞ്ചേരി, അതായത് പുന്നക്കാടെന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടെ ആയിരിക്കുമ്പോൾ അവിടുത്തെ മാർത്തോമ പള്ളി ഞാൻ കൊച്ചിലെ ഓർക്കുന്നുണ്ട്. മാർത്തോമ പള്ളിയിലൊക്കെ പോയി കഴിഞ്ഞാൽ എന്തിനാ പോകുന്നതെന്ന് പോലും അറിയത്തില്ല. കാര്യം അത് കൊച്ചു പിള്ളേരായിരിക്കില്ല എന്നുള്ള അറിവ് അത്രയേ ഉള്ളൂ. എന്നാൽ അതിന് ശേഷം ഏറിയ വർഷങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾ പെന്തക്കോസ്ത് അനുഭവങ്ങളിലേക്കൊക്കെ വരുന്നത്. പിന്നാണ് പെന്തക്കോസ്ത് അനുഭവങ്ങളിലേക്ക് വന്ന കാര്യങ്ങളൊക്കെ ഒന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് അറിയാൻ താല്പര്യം ഉണ്ടാവും. അതിനെക്കുറിച്ച് വിശദമായിട്ടൊന്ന് പറയാമോ? അതെ, ഞങ്ങൾ ഇങ്ങനെ ഈ സന്ധ്യ ആകുമ്പോൾ ഞങ്ങളിങ്ങനെ പാടി പ്രാർത്ഥിക്കും എൻ്റെ വീട്ടിൽ. അപ്പം ഞങ്ങളുടെ കുടുംബത്തിന് ഒരുപാട് വീട്ടുകാരുണ്ട്. ആ വീട്ടുകാരെല്ലാവരും അവിടുത്തെ പിള്ളേരെല്ലാം, ഞങ്ങൾ 8 മക്കൾ കൊണ്ട് ഒരുമിച്ച് പാടുമ്പോൾ അവിടെ പിള്ളേരെല്ലാം അപ്പുറത്തും ഇപ്പുറത്തുള്ള പിള്ളേരുകളെല്ലാം സന്ധ്യയാകുമ്പോൾ ഞങ്ങളുടെ വീട്ടിൽ വരും. അപ്പം ഞങ്ങളുടെ വീട്ടിൽ വെച്ചൊരു സൺഡേ സ്കൂൾ പോലെ, ചെറിയൊരു സൺഡേ സ്കൂൾ പോലെ തുടങ്ങി. അത് കഴിഞ്ഞ് അങ്ങനെ ആയപ്പോൾ ഈ പിള്ളേരെല്ലാം വന്ന് ഞങ്ങളോടൊപ്പം വളരെ സ്നേഹിക്കുകയും സഹകരിക്കുകയും അങ്ങനെ അവർ പാട്ട് പഠിക്കുകയും അവർ വന്ന് ഒരു ഡ്രമ്മൊക്കെ എൻ്റെ ഫാദർ വാങ്ങിച്ചു വന്നത് അടിച്ച് അവരൊക്കെ ഇങ്ങനെ പാടുകയൊക്കെ ചെയ്തു. അങ്ങനെ ഞങ്ങൾ ഭയങ്കര വിശ്വാസത്തിൽ അങ്ങനെ പോകുന്ന സമയത്താണ് ഞങ്ങളുടെ വീട്ടിൽ എപ്പോഴും പാടി പ്രാർത്ഥനയും സന്ധ്യ ആകുമ്പോൾ വെളുപ്പാങ്കാലത്ത് 4 മണിയാകുമ്പോഴേ എഴുന്നേക്കണം. കാര്യം വീട്ടിൽ പശു, ആട്, കോഴി ഇതെല്ലാം ഉണ്ട്. ഇതിനെല്ലാം വളർത്തണം, ഇതിനെല്ലാം പാല് കൊണ്ടു കൊടുക്കണം. അതുകൊണ്ട് 4 മണിക്ക് എഴുന്നേറ്റ് കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടത്. വെളുപ്പിൽ എഴുന്നേറ്റ് പാടി പ്രാർത്ഥിച്ചതിന് ശേഷമേ അടുത്ത പരിപാടിയുള്ളൂ. അന്നേരം വെളുപ്പിൽ എഴുന്നേക്കും. അങ്ങനെ ഈ വെളുപ്പിലെ ആകുമ്പോഴും അങ്ങനെ ഞങ്ങളുടെ നാട്ടിൽ അറിയപ്പെടുന്ന ദൈവത്തെ വിളിക്കുന്നത് എന്നാൽ യഥാർത്ഥത്തിൽ എല്ലാവരുടെയും വീട്ടിൽ ഓരോ കുരിശോ അല്ലെങ്കിൽ ബിംബങ്ങളോ എന്തെങ്കിലും കാണും. ഞങ്ങളുടെ വീട്ടിൽ ഒന്നുമില്ലാത്തൊരു പാർട്ടി എപ്പോഴും പാടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു പാർട്ടികളായതുകൊണ്ട് ഞങ്ങൾ ആ നാട്ടിൽ എല്ലാവരും അങ്ങനെ അറിയപ്പെടുന്നവരിതായി. അപ്പം ഞങ്ങൾ പെന്തക്കോസ്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പോലും അറിയത്തില്ല. ഞാൻ ഇരിക്കുന്ന സന്ദർഭത്തിലാണ് പുനലൂർ ഞങ്ങൾ പോയി പാർക്കെന്ന് പറഞ്ഞല്ലോ. അവിടെ പുനലൂർ പേപ്പർ മില്ലിൽ ജോലി ഉണ്ടായിരുന്ന ഇടുക്കള സാർ എന്ന് പറയുന്ന ഒരു അദ്ദേഹം ഉണ്ടായിരുന്നു. അദ്ദേഹം ഇങ്ങനെ ട്രാക്റ്റൊക്കെ കൊടുത്ത് പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ടൊക്കെ ഇങ്ങനെ വരുന്ന സമയത്ത് പറഞ്ഞു, അവരുടെ വീട്ടിലാണെങ്കിൽ ഒത്തിരി പിള്ളേരുണ്ട്, ആ പിള്ളേരെല്ലാം നന്നായിട്ട് പാടുകയും ചെയ്യും. അങ്ങനെയൊക്കെ പറഞ്ഞ് അദ്ദേഹം ഞങ്ങളുടെ വീട്ടിൽ വന്നു. ഞങ്ങളുടെ വീട്ടിൽ വന്നപ്പം ഞങ്ങളൊരു പ്രാർത്ഥിക്കാൻ നിന്നപ്പോൾ തന്നെ വലിയൊരു സഭായോഗത്തിൻ്റെ ആളുണ്ട് ഞങ്ങളുടെ വീട്ടിൽ, പിള്ളേരും പിള്ളേരെല്ലാമായിട്ട്. അങ്ങനെ ഞങ്ങളുടെ വീട്ടിൽ വെച്ച് ഒരു കൊച്ചൊരു സൺഡേ സ്കൂൾ പോലെ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ആരാധനയായി. അങ്ങനെയാണ് എൻ്റെ വീട്ടിൽ വെച്ചത്. ചെറിയ വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ ഒരു കുനാച്ച് വീടായിരുന്നു. അതിനകത്ത് വെച്ചായിരുന്നു ആരാധന തുടങ്ങിയത്. അങ്ങനെ ആ പ്രദേശം മുഴുവനും സുവിശേഷം അറിയിക്കാനും ആ പ്രദേശത്തെല്ലാം സുവിശേഷം പറയാനും അദ്ദേഹം വന്നു, ട്രാക്റ്റ് കൊടുത്തു. അങ്ങനെ ഏറിയ നാൾക്ക് ശേഷം ഞങ്ങളവിടെ ഒരു വസ്തു വാങ്ങിച്ചൊരു സഭയായി. അങ്ങനെയാണ് ഞങ്ങൾ പെന്തക്കോസ്ത് വിശ്വാസത്തിലേക്ക് വരുന്നത്. ഈ ഇടിക്കുള സാറിൻ്റെ മക്കളാണോ ഇപ്പോൾ അമേരിക്കയിലുള്ളത്? അതെ, അദ്ദേഹം ഒന്ന് വളരെ ത്യാഗം സഹിച്ച് നടന്നാ വരുന്നത്. ഏകദേശം ഒരു 8 കിലോമീറ്റർ നടന്ന് ഇങ്ങോട്ടും, രാത്രി ഇതുപോലത്തെ മഴയൊക്കെ കഴിഞ്ഞിട്ട് വൈകിട്ട് നടന്ന് അതുപോലെ അങ്ങോട്ടും പോകും. അന്ന് കാറോ അങ്ങനെ സ്കൂട്ടറോ സൈക്കിളോ ഒന്നുമില്ല.
അദ്ദേഹത്തിൻ്റെ ഒരു വാചകം എപ്പോഴും ഞങ്ങൾക്ക് വലിയ പ്രചോദനമായിരുന്നു. നീ ദൈവത്തിൻ്റെ നിയമങ്ങളും കൽപ്പനകളും ചട്ടങ്ങളും ആചരിച്ചാൽ ദൈവം നിന്നെ വാലല്ല തലയാക്കും, നീ താഴ്ചയല്ല നിനക്ക് ഉയർച്ച തന്നെ പ്രാപിക്കും. അദ്ദേഹം ഏത് സമയവും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുമായിരുന്നു. എപ്പോഴും ഞങ്ങളോട് കാണുമ്പോഴെല്ലാം ഇങ്ങനെ അത് പറയാതെ ഞങ്ങളത് അദ്ദേഹം പറയുന്നത് പോലെ ആക്ട് ചെയ്ത് ഞങ്ങളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും പറയുമായിരുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ അത് ആ ഒരൊറ്റ വാചകം വളരെയേറെ സ്വാധീനിച്ചു. അദ്ദേഹത്തിൻ്റെ മക്കളെയൊക്കെ ദൈവം മാനിച്ചു, അനുഗ്രഹിച്ചു. പിന്നെ അദ്ദേഹത്തിൻ്റെ അനുജൻ മത്തായി എന്ന് പറഞ്ഞൊരു പാസ്റ്ററുണ്ട്. അന്ന് അവർ രണ്ടുപേരും ജോലിക്കാരാണ്. അദ്ദേഹം അവിടെ വന്നു. അദ്ദേഹത്തിൻ്റെ മക്കളും അമേരിക്കയിലുണ്ട്. ഇവരെല്ലാം ദൈവനാമ മഹത്വത്തിന് വേണ്ടി നിന്നതുകൊണ്ട് അവരൊക്കെ ദൈവം മാനിച്ചു. അമേരിക്ക പോയെന്നുള്ളതല്ല ഞാൻ പറയുന്നത്. ദൈവം അവരെ കർത്താവ് ഓരോ സ്ഥലങ്ങളിലൊക്കെ അയച്ച് കർത്താവിൻ്റെ വേലയ്ക്ക് ചുമൽ കൊടുക്കാൻ ദൈവം അവരെ നിലനിർത്തുന്നു. ഞാൻ കഴിഞ്ഞ തവണ IPC കോൺഫറൻസിന് പോയപ്പോൾ കണ്ടായിരുന്നു തോമസ് ഇടുക്കുള്ള സാറിനെയും ബദേൽ ഇടുക്കുള്ള സാറിനെയും ഒക്കെ കണ്ടു. അതെ, അവരൊക്കെ കർത്താവിന് വേണ്ടി വളരെയേറെ ശോഭിച്ച് നിലനിൽക്കുന്നവരാണ്. അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ ഇടുക്കള സാറിൻ്റെ ശുശ്രൂഷയിലാണ് ഞങ്ങൾ വന്നത്. അദ്ദേഹത്തിൻ്റെ അനുജൻ മത്തായി പാസ്റ്ററുടെ മക്കളും അതുപോലെയാണ് കർത്താവിന് വേണ്ടി വളരെ ശോഭിക്കുന്ന. അമേരിക്കയിലാണ് അവരും പാർക്കുന്നത്. അവരും വളരെ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്നവരാണ്. അദ്ദേഹത്തിൻ്റെ പെങ്ങള് ഞങ്ങൾ അന്ന് എൻ്റെ വിവാഹമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ആദ്യമേ ശുശ്രൂഷ എടുക്കുന്നത് പുനലൂരാണ്. പുനലൂർ ഞാൻ പാർത്ത ആ ദേശത്ത് തന്നെ എൻ്റെ കോളേജിനടുത്ത് തന്നെ ഒരു സ്ഥലത്താണ് ഒരു പ്രവർത്തനം ഞങ്ങൾ തുടങ്ങുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പെങ്ങള് ഇടുക്കള സാറിൻ്റെ പെങ്ങള് 2 ആഴ്ചയുള്ളൂ ആ അമ്മമ്മ, കുഞ്ഞുമോളമ്മാമ എന്ന് പറയും. അമ്മമ്മ മരിച്ചു പോയിട്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നു കാണാൻ. വളരെയേറെ ഞങ്ങളോടൊപ്പം നിന്ന് ശക്തമായിട്ട് കർത്താവിൻ്റെ വേലയ്ക്ക് ചുമൽ കൊടുക്കാൻ ഞങ്ങൾക്ക് വേണ്ട കൊച്ചു കാര്യങ്ങളൊക്കെ തന്ന് ഞങ്ങളെ സഹായിക്കും. അന്നൊക്കെ അത് വലുതാണല്ലോ. ഒരു നാരങ്ങ വെള്ളം വാങ്ങിച്ചു തന്നാലും അത് വലുതാണ്, ഒരാശ്വാസമായിരിക്കും. അങ്ങനെ ഞങ്ങളോടൊപ്പം നിന്ന ഒരമ്മാമയായിരുന്നു കുഞ്ഞുമോളമ്മാമ എന്ന് പറയും. അമ്മാമ 2 ആഴ്ച മുമ്പാണ് ഈ ലോകത്തിൽ നിന്ന് യാത്രയായത്. ആദ്യമായിട്ട് അറ്റൻഡ് ചെയ്ത പെന്തക്കോസ്ത് സഭ ഏതായിരുന്നു? വീട്ടിലൊരു സഭ ആരംഭിച്ചതിനെ കുറിച്ച് പറഞ്ഞു. അത് തുടർന്ന് പോവുകയായിരുന്നോ അതോ വേറെ ഏതെങ്കിലും കോൺഗ്രിഗേഷനിൽ ചേർന്ന് പോവുകയായിരുന്നോ? അപ്പം ഞങ്ങളന്ന് പിന്നെ പൊട്ടുമൊക്കെ തൊട്ട് ഉള്ളിൽ ദൈവം ഉണ്ടെങ്കിലും കർത്താവ് ഉണ്ടെങ്കിലും വിശ്വാസം ഉണ്ടെങ്കിലും യേശുവിൽ വിശ്വസിക്കുന്നെങ്കിലും ഞങ്ങളിങ്ങനെ കഴുത്തേലും കാതിലും ഒക്കെ സ്വർണ്ണമൊന്നും അല്ല, ചുമ്മാതെ ഓരോ കിടുങ്ങാമണികളൊക്കെ ഇങ്ങനെ തൂക്കിപ്പറക്കി ഇട്ടുകൊണ്ട് നടക്കുന്ന ഒരു നേച്ചറായിരുന്നു അന്ന്. അപ്പോൾ ഇടുക്കള സാറ് ഞങ്ങളെ പിന്നെ പുനലൂർ പേപ്പർ മില്ലിനടുത്തൊരു വലിയ സഭയുണ്ട്. അത് വളരെ അനുഗ്രഹിക്കപ്പെട്ട സഭയാണ്. അവിടെ വരണമെന്ന് പറഞ്ഞ് നിർബന്ധിച്ച് വിളിച്ച് ഞങ്ങളെ അവിടെ കൊണ്ടുപോകുമായിരുന്നു. എൻ്റെ ഫാദറും അവിടെ പോയി എൻ്റെ ഫാദർ ഞങ്ങളാരും അറിയാതെ സ്ഥാനപ്പെട്ടു. പക്ഷെ അമ്മയ്ക്കൊക്കെ ഭയങ്കര എതിർപ്പായിരുന്നു. അന്ന് ഈ പെന്തക്കോസ്തുകാരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അറിയത്തില്ല, ഒന്നാമത്തെ കാര്യം അറിയത്തില്ല. അങ്ങനെ അവിടെ ചെന്നപ്പോഴാണ് ഞാൻ നോക്കിയപ്പോൾ കാണാൻ ഞങ്ങളിങ്ങനെ പുറകിലിരുന്നു. അപ്പോൾ ഈ പേട്ടുമാലയും പേട്ടുവളയും ഇവിടെ തൊട്ട് ഇവിടം വരെ പേട്ടുവളയൊക്കെ ഇട്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. ഞാൻ നോക്കിയപ്പോൾ കാണാം കുറേ നേരം കഴിഞ്ഞപ്പോൾ കാണാം എല്ലാം നല്ല വെള്ള ഉടുപ്പും വെള്ള സാരിയും ഒക്കെ കൊടുത്ത് ഓരോരുത്തർ സ്പ്രിങ് പോലെ നിൽക്കുന്നത്. ഞങ്ങൾ ആദ്യമായിട്ടാണ് അത് കാണുന്നത്, സ്പ്രിങ് പോലെ നിൽക്കുന്നു. അയ്യോ ഇത് കണ്ടപ്പോൾ ഇതാണ് സ്വർഗത്ത് ഇങ്ങനെ ആയിരിക്കുന്നത്. സ്വർഗത്തെക്കുറിച്ചൊക്കെ പാട്ടുകളൊക്കെ നന്നായിട്ട് കിട്ടുള്ളൂ, ഇതാ സ്വർഗം എന്ന് മനസ്സിലാക്കി വിചാരിച്ചു. അപ്പം ഞാൻ അവരുടെ കഴുത്തോട്ടും കാലിലോട്ടൊക്കെ നോക്കണം, ആർക്കും ആഭരണം ഒന്നുമില്ല, എങ്കിലും അവരുടെ മുഖത്ത് ഭയങ്കര ദൈവത്തിൻ്റെ തേജസ്സാണ്, ഇതാണ് സ്വർഗം എന്ന് ഞങ്ങളന്ന് ചിന്തിച്ചു. അപ്പം ഞാൻ അവിടെ നിന്ന് പതുക്കെ അവിടെ ഇരുന്നുകൊണ്ട് എൻ്റെ പേട്ട് വളയാണ്, ഈ കുപ്പി വളയെ പതുക്കെ ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ ഉടച്ച് അന്ന് ഞാൻ കോളേജിൽ പഠിക്കുക ഇങ്ങനെ ഉടച്ച് ഒരു കയ്യിലേ ഉള്ളൂ, ഇത് ഉടച്ച് പേട്ടുമാലയും പതുക്കെ വലിച്ച് പൊട്ടിച്ച് ഇങ്ങനെ നിന്ന്. അപ്പം ചുമ്മാ ഉള്ള ഇതൊക്കെ ഇട്ടേക്കുന്നെങ്കിൽ പാവടയും ഗ്ലാസ്സും ആണെങ്കിൽ അങ്ങനെ ഞാനങ്ങനെ അവരെ പോലൊക്കെ ആകണം, ഇവരെ പോലെ ജീവിക്കണം എന്നൊക്കെ ഞങ്ങൾ തീരുമാനിച്ചു. ഞങ്ങൾ 2-3 പേരായിരുന്നു അന്ന് പോയത്, സഹോദരങ്ങൾ. അന്ന് തീരുമാനിച്ചു. ആ തീരുമാനം ഞാൻ തീരുമാനത്തിൽ ഉറച്ചു നിന്നു. എത്രാമത്തെ വയസ്സിലാണ് തീരുമാനം എടുക്കുന്നത്? അപ്പോഴെനിക്ക് ഒരു 18 വയസ്സ് വരും അങ്ങനെ ഒരു തീരുമാനം എടുക്കുമ്പോൾ. അമ്മ ക്രിസ്ത്യാനിയായിരുന്നെന്ന് പറഞ്ഞല്ലോ. അതെ. എന്നിട്ടും അമ്മയ്ക്ക് എതിർപ്പായിരുന്നു പെന്തക്കോസ്ത് വിശ്വാസത്തിലേക്ക്? ഭയങ്കര അമ്മ യാക്കോബക്കാരിയായിരുന്നു. അമ്മ കോട്ടയംകാരിയൊക്കെ മണർകാട് പള്ളിക്കാരിയായിരുന്നു അമ്മൻ്റെ അമ്മ. ഭയങ്കര എതിർപ്പായിരുന്നു അമ്മയ്ക്ക്. എൻ്റെ അമ്മയും അപ്പനും കൂടി എപ്പോഴും ഒരുമിച്ചിരുന്ന് സംസാരിക്കും. ഒരിക്കൽ പോലും എൻ്റെ അപ്പനെ എൻ്റെ അമ്മ പൊന്നേന്നേ വിളിക്കത്തുള്ളൂ. എന്തോ വിളിക്കുന്നതിലും പൊന്നേന്നാ. അപ്പച്ചൻ പോയി സ്നാനപ്പെട്ടു എന്ന് അറിഞ്ഞ ഉടനെ ഞാൻ ഓർക്കുന്നുണ്ട്, അമ്മ അപ്പച്ചൻ്റെ അടുത്ത് മിണ്ടത്തുമില്ല, അങ്ങോട്ട് പോകത്തുമില്ല. എന്നിട്ട് ഞങ്ങളെല്ലാം അമ്മ ഒറ്റ ഇങ്ങനെ വകഞ്ഞ് വെച്ച് ഓരോന്നൊക്കെ ഇങ്ങനെ അപ്പച്ചനെ കുറിച്ച് ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. കുറ്റമല്ല, ഈ പെന്തക്കോസ്തിൽ പോയി സ്നാനപ്പെട്ടു എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് എതിരായിരുന്നു.
പിന്നെ എത്ര നാളെടുത്തു അമ്മ അതൊന്നും യഥാർത്ഥമായ ഒരു വിശ്വാസത്തിലേക്കാണ് നിങ്ങൾ ചുവട് വെച്ചതെന്ന് മനസ്സിലാക്കാൻ എത്ര സമയം എടുത്തു? അമ്മ ഒരു 2 വർഷമെങ്കിലും എടുത്തു. ഞങ്ങളാരും അങ്ങനെ വന്നില്ലല്ലോ, സ്നാനപ്പെട്ട ഒന്നും ഇല്ലെങ്കിലും അമ്മയ്ക്ക് ആ വിശ്വാസമൊക്കെ ഉണ്ടാകാൻ വർഷങ്ങളെടുത്തു, കുറേ നാളെടുത്തു. അപ്പോൾ അമ്മയും അപ്പനും കൂടെ പിന്നെ രണ്ടും കൂടെ ഒരുമിച്ച് പോവുകയും വരികയും ഒക്കെ ചെയ്തപ്പോഴത്തേന് പിന്നെ ദേശത്ത് സഭയായി, വീട്ടിൽ വെച്ച് ആരാധന ഉണ്ടെങ്കിലും വീട്ടിൽ വെച്ചൊരു കൊച്ചു സൺഡേ സ്കൂൾ പോലെ. അപ്പോഴപ്പുറത്തും ഇപ്പുറത്തുള്ള ഒരു ഹിന്ദുക്കളായവർ അവരവരെയൊക്കെ വിളിച്ച് അങ്ങനെ ഒരു ആരാധന ഞങ്ങളുടെ വീട്ടിൽ വെച്ച് ആയത് ഏകദേശം ഒരു 2 വർഷത്തോളം വീട്ടിൽ വെച്ചായിരുന്നു ആരാധന. ഈ വത്സമാന്റെ ആ ആരാധനയ്ക്ക് എന്നപ്പോ കുപ്പിവെള്ളം ഉടച്ചു കളഞ്ഞ കാര്യം പറഞ്ഞല്ലോ, പിന്നീട് ഒരിക്കലും ഓർണമെന്റ്സ് ഇടണം തോന്നിയിട്ടില്ല? ഇന്ന് വരെ ഇനി എനിക്ക് ഒരു 10 പവന്റെ ഒരു മാല എനിക്ക് തരാമെന്ന് പറഞ്ഞാലും ഞാൻ അതിനകത്ത് സ്വീകരിക്കും. കാര്യം അതിനകത്ത് വിലയുണ്ടല്ലോ എന്ന് ഓർത്ത് ഇതെടുത്തോ എന്ന് പറഞ്ഞു സ്വീകരിക്കുമായിരിക്കും ഒരു പക്ഷെ ഞാനത് ഓർണമെന്റ്സ് ഇടത്തില്ല. കാര്യം ഞാൻ അന്നത് വേണ്ടെന്ന് വെച്ചതാ. അതുകൊണ്ട് അത് തെറ്റൊന്നും ഞാൻ പറയുന്നില്ല, അത് അങ്ങനെയുള്ള ഒരു ഇതല്ല, അത് അങ്ങനെ ചിന്ത എൻ്റെ മനസ്സിലില്ല. വളരെ പേഴ്സണൽ ആയിട്ടൊരു കാര്യം ചോദിച്ചോട്ടെ. സാധാരണ പാസ്റ്റർ വൈഫാണല്ലോ. അതെ, പാസ്റ്റർമാരുടെ വൈഫ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് വെള്ള സാരി ഉടുത്ത് മുടിയൊക്കെ കെട്ടിവെച്ച് ഒരു പ്രത്യേക സ്റ്റൈലിലാണ് നമ്മൾ പെന്തക്കോസ്താര് പാസ്റ്റർമാരുടെ ഭാര്യമാരെ കുറിച്ച് ചിന്തിക്കും. ഞാനും പാസ്റ്റർ ഭാര്യ. പക്ഷേ വത്സമാന്റെ അങ്ങനെയൊന്നും ആ ഒരു രീതിയിൽ ഞാൻ കണ്ടിട്ട് വളരെ അപൂർവമായിട്ടേ ഞാൻ കണ്ടിട്ടുള്ളൂ. അതിന്റെ റീസൺ എന്താ? അതിൻ്റെ റീസൺ ഒരു അഗാധമായൊരു റീസണാണ്. ഞങ്ങളന്ന് എൻ്റെ വിവാഹം കഴിഞ്ഞ് മെയ് മാസത്തിൽ എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് ജൂൺ മാസത്തിൽ ഞങ്ങളൊരു സഭാചാർജ് പുനലൂർ ഏറ്റു. അപ്പം ഞങ്ങളുടെ സഭയിൽ സെൻട്രൽ പാസ്റ്റർ എല്ലാ മാസവും മാസയോഗം വരുമല്ലോ. അന്നൊക്കെ ഭയങ്കര നിർബന്ധമാണ്, വെള്ള സാരിയും വെള്ള ബ്ലൗസും മാത്രമേ ഇടാവുന്നു. ഞങ്ങൾക്കാണെങ്കിൽ എനിക്കാണെങ്കിൽ ആകെപ്പാട് ഒരു വെള്ള സാരി, ഒരു വെള്ള ബ്ലൗസേ ഉള്ളൂ, ഒരു വെള്ളപ്പാവാടി. ഇത് നനച്ചും പിഴിഞ്ഞും കുത്തിയും തയ്ച്ചും ഒത്തിരി നാൾ അങ്ങനെ ഏകദേശം ഒരു 6-7 മാസത്തോളം അത് തന്നെ വെളിയിൽ പോകണമെങ്കിൽ അകത്ത് പോകണമെങ്കിൽ പുറത്ത് പോകണമെങ്കിൽ എല്ലാം ഈ വെള്ള സാരി. കാര്യം അന്ന് ഈ പെന്തക്കോസ്റ്റിലൊക്കെ ആണെന്ന് പറഞ്ഞാലും കോളേജിൽ പഠിക്കുമ്പോഴോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലൊന്നും ഇങ്ങനെ ഒരു ഇത് വന്നില്ല. ഈ സ്ട്രിക്റ്റായിട്ട് പെന്തക്കോസ്റ്റിലെ പാസ്റ്റർമാർക്ക് ഇങ്ങനെയാണല്ലോ വേണമെന്നൊരു ഭയങ്കര ചിന്ത എന്നെ അത് കാര്യം കുത്തുന്നി തയ്ച്ച് അവിടെയും തയ്ച്ച് ഇവിടെയും തയ്ച്ച് എല്ലാം ഇങ്ങനെ കൊണ്ടുപോയപ്പോൾ ഞാൻ ഈ വെള്ള സാരിയും വെള്ള ബ്ലൗസിനെ അന്ന് ഞാൻ അങ്ങ് വെറുത്തു. അത് നമ്മുടെ അകത്തൊരു വെള്ള ഉണ്ടെങ്കിൽ ഈ പുറത്തുള്ള വെള്ളയെക്കാട്ടിൽ നല്ലത് നമ്മുടെ അകം നിന്ന് നിറഞ്ഞ് സന്തോഷിക്കുന്നെങ്കിൽ ഒരു വെള്ള ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലതെന്ന് എനിക്കൊരു ബോധ്യമായി. അതുകൊണ്ട് ഞാൻ ഈ വെള്ള സാരിയും ബ്ലൗസും ഒക്കെ ഇപ്പം എനിക്ക് ധാരാളം ഉണ്ട്, എങ്കിലും ഞാനത് അങ്ങനെ ഉപയോഗിക്കാറില്ല. ആദ്യ കാലങ്ങളിൽ ഈ പരസ്യത്തിന് പോകുമ്പോൾ ഞാനത് അങ്ങനെ ഉപയോഗിക്കുമായിരുന്നു ആദ്യ കാലങ്ങളിലൊക്കെ. എൻ്റെ മനസ്സിലെ ചിന്ത അങ്ങനെ ഈ വെള്ള സാരിയൊക്കെ ഉടുത്തി എന്നങ്ങോട്ട് പറയുമ്പോഴായിരിക്കും അവർ കൂടുതൽ അംഗീകരിക്കുന്നത്. കാര്യം പൊതുവിൽ അങ്ങനെ ഒരു ചിന്തയുണ്ടല്ലോ. പിന്നെ എനിക്ക് മനസ്സിലായി, സമൂഹത്തിൽ നമ്മൾ പൊതുസമൂഹത്തിൽ ഇറങ്ങുമ്പോൾ ഈ വെള്ളസാരിയും വെള്ള ബ്ലൗസും ഒക്കെ ഉടുത്തുകൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ അവർ മുഖത്ത് നോക്കി ഓരോന്നും നമ്മൾ പറയാൻ തുടങ്ങി. അപ്പം ഞാൻ അത് അപ്പോഴും ഒന്ന് മാറ്റി. മുടിയൊന്നും ബോബ് ചെയ്തിട്ട് ആരും ഒന്നും വിമർശനങ്ങളൊന്നും പറഞ്ഞിട്ടില്ലേ? ധാരാളം വിമർശനങ്ങളുണ്ടായി. അതിലേറ്റവും വലിയൊരു ഒരു സന്തോഷം എനിക്ക് ഇപ്പോഴും തോന്നുന്നത് ഓർക്കുമ്പോൾ ചിരി വരും. ഒരു സഹോദരി എന്നെ കണ്ടു, ഞാനിങ്ങനെ മുടിയൊക്കെ വെട്ടിയത് അതിന് പിന്നിലും ഒരു കാരണമുണ്ട്. ഞാനിങ്ങനെ മുടി വെട്ടിയിട്ട് ഒരു പ്രാവശ്യം എന്നെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന ഒരു സഹോദരി എന്നെ കണ്ടു. ഉടനെ ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ച് അങ്ങ് കരഞ്ഞിട്ട്, ഓ എൻ്റെ പൊന്നു വത്സമാൻ്റി എന്നൊക്കെ, ഒരു ദിവസം പോലും ഒന്ന് പ്രാർത്ഥിക്കാൻ എന്നെ കൊണ്ട് കഴിഞ്ഞില്ല, ഒരു ദിവസം പോലും ഒന്ന് പ്രാർത്ഥിച്ചില്ല ഞാൻ എൻ്റെ വത്സമാൻ്റിക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ല. ഞാൻ ചോദിച്ചു, ഉടനെ ഞാൻ പറഞ്ഞു, പ്രാർത്ഥിച്ചോ, ഇന്ന് പോലെ പ്രാർത്ഥിച്ചോ. ഉടനെ പുള്ളിക്കാരി മാറി എന്നിട്ട് പറഞ്ഞു, ഇപ്പം എങ്ങനെ ഉണ്ട്? ഞാൻ പറയും, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ വിചാരിച്ച എന്താണെന്നറിയാമോ, എനിക്ക് മറ്റെന്തോ ഒരു അസുഖമായിട്ട് മുടിയൊക്കെ വെട്ടിയതാണെന്നാ പുള്ളിക്കാരി ചിന്ത. അത് സ്വാഭാവികമായിട്ട് ഇങ്ങനെ മുടി വെട്ടുമ്പോൾ അങ്ങനെ ചിന്തിക്കുക, അതിനകത്തൊരു തെറ്റെന്ന് ഞാൻ പറഞ്ഞത്. പക്ഷേ എനിക്കത് ഓർക്കുമ്പോൾ എന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞത്, അവരോടുള്ള സ്നേഹം ഞാൻ ഒരിക്കലും മറക്കത്തില്ല, ആ പ്രിയപ്പെട്ട സഹോദരോടുള്ള സ്നേഹം. എന്നാൽ മുടി വെട്ടാനുള്ള കാര്യം നമുക്കൊരു 6 വർഷത്തിന് മുമ്പ് വരെയും ഹെൽമെറ്റ് നിർബന്ധമല്ലായിരുന്നു. ഈ ഹെൽമെറ്റ് നിർബന്ധമായപ്പോഴത്തേക്കും എനിക്ക് ആകെപ്പാടെ ഇച്ചിരി മുടിയിൽ, ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് പോലും മുടി ഇങ്ങനെ ചുറ്റി വെച്ച് കെട്ടിക്കൊണ്ടാണ് പോയത്. അപ്പോൾ ഈ ക്ലിപ്പും ഒക്കെ ഇട്ട് ഇങ്ങനെ പോകുമ്പോൾ ഓരോ ഭാഗത്ത് വെച്ച് നമുക്ക് ഈ ക്ലിപ്പ് ഊരണം, റോഡിൽ നിന്നുകൊണ്ട് മുടി കെട്ടണം, പിന്നെ അത് ഹെൽമെറ്റ് വെക്കുമ്പോൾ പിന്നെ അത് മാറ്റി ബാഗിനകത്ത് ഇടണം, പിന്നെ 5 മിനിറ്റ് ഞാൻ ഈ ക്ലിപ്പ് തപ്പാൻ നിൽക്കണം. അങ്ങനെ എൻ്റെ സമയം ഒരുപാട് അങ്ങ് പോവുക. ഞാൻ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞാൽ എൻ്റെ
സമയം എല്ലാം ഇങ്ങനെ അങ്ങ് പോകുക. ക്ലിപ്പ് തപ്പി ബാഗിനകത്തിട്ട് കഴിഞ്ഞാൽ പിന്നെ റോഡിൽ നിന്ന് ക്ലിപ്പ് ഇടണ്ടേ, അതൊരു ജോലിയല്ലേ. അപ്പം ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞ വെച്ചാൽ എൻ്റെ മുടി ഞാനങ്ങ് വെട്ടിക്കളയട്ടെ, ആകെപ്പാടെ 4, 3, 7 മുടിയേ ഉള്ളൂ, ഇതങ്ങ് വെട്ടിക്കളഞ്ഞേക്കാം. അങ്ങ് ഒന്ന് പറഞ്ഞു വെട്ടിക്കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ജീവിച്ചിരുന്നിട്ട് കഥയുണ്ടോ പറഞ്ഞാൽ അദ്ദേഹം സമ്മതിക്കത്തില്ല. ഞാൻ ദിവസങ്ങളോളം അദ്ദേഹത്തെ പിന്നെ ചോദിച്ച് പറഞ്ഞ് ഒരു 3/4 മനസ്സ് ഞാൻ വരുത്തിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ സഭയുണ്ടല്ലോ, സഭയിൽ നമ്മൾ പോകുമ്പോൾ അവരെല്ലാം ചോദിക്കത്തില്ലേ, അതിലൊക്കെ ഉപരിയായിട്ട് ഞാനിങ്ങനെ റോഡ് നടന്ന് ഈ മുടി വെട്ടിയതും കൊണ്ട് നിന്നുകൊണ്ട് പ്രസംഗിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ എൻ്റെ പാസ്റ്ററാണ് പാസ്റ്റർ രാജു പൂവക്കാല. അദ്ദേഹത്തോട് ചോദിക്കത്തില്ലേ ഓരോരുത്തരോ, അതാണ്ട് നിങ്ങളുടെ സഭയിലെ വിശ്വാസിയുടെ തലമുടിയെല്ലാം വെട്ടിക്കളഞ്ഞ് ഭാഷണമായിട്ട് നിന്ന് പ്രസംഗിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തും ആ ഒരു ചോദ്യമല്ലേ, എന്താണ് അവരോട് പറയേണ്ടത് എന്നറിയത്തില്ലല്ലോ. ഞാൻ അദ്ദേഹത്തോട് ചെന്ന് പറഞ്ഞു, പാസ്റ്ററെ എനിക്ക് ഇതുപോലൊരു ബുദ്ധിമുട്ടുണ്ട്, ഞാൻ ഏറെ നാളുകൊണ്ട് എൻ്റെ അച്ഛനോട് ഇങ്ങനെ ചോദിച്ചിരിക്കുക, അതുകൊണ്ട് പാസ്റ്ററോട് എനിക്കൊരു 25% പെർമിഷനോടെ പാസ്റ്റർ എനിക്ക് തരണം എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ഒന്നും മിണ്ടിയില്ല. പാസ്റ്റർ സമ്മതിച്ചോ? അതിരൂപം പാസ്റ്റർ സമ്മതിച്ചോ? ഞാൻ പറഞ്ഞു ഒരു 3/4 സമ്മതിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു. എന്നാൽ ഈ 1/4 ഭാഗമുള്ളല്ലോ, സമ്മതിച്ച് ഞാനെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അന്ന് തന്നെ പോയി ഞാനങ്ങ് വെട്ടി. അന്ന് ഞാൻ പോയി വെട്ടി. ഒരു ദിവസം കൂടെ വൈകി അനുവാദം, ഒരു ദിവസം കൂടെ വൈകി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിൻ്റെ അനുവാദവും എൻ്റെ അച്ഛൻ്റെ പെർമിഷനും കൂടെ കുറഞ്ഞു കഴിഞ്ഞാലോ എന്ന് വിചാരിച്ചാൽ അന്നേരം തന്നെ ഞാൻ പോയി അങ്ങ് മുടി അങ്ങ് പറ്റി അങ്ങ് വെട്ടി. ഞാനിനി അനുവാദം ചോദിച്ചാൽ എനിക്ക് കിട്ടാൻ ചാൻസ് ഉണ്ടോ? കിട്ടാൻ ചാൻസ് ഉണ്ട്. വളരെ ഈസിയാണ്. അല്ല, പിന്നെ ഒത്തിരി പേര് വിമർശിക്കുന്നുണ്ട്, പക്ഷേ വിമർശിക്കുന്ന ഒന്നും ഞാൻ വലിയ കാര്യമായിട്ട് എടുക്കത്തില്ല. കാര്യം അതൊന്നും എൻ്റെ ഹൃദയത്തിൻ്റെ നിലവാരം ഞാൻ എപ്പോഴും മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്. ഇവിടെ എൻ്റെ ഭർത്താവും അവിടെ എൻ്റെ കർത്താവും എനിക്ക് അനുകൂലമാണെങ്കിൽ, അവിടെ എൻ്റെ കർത്താവും ഇവിടെ എൻ്റെ ഭർത്താവും എനിക്ക് സപ്പോർട്ടുണ്ടെങ്കിൽ, പിന്നെ ഈ ലോകത്തിൻ്റെ സകലരും എനിക്കെതിരായിട്ട് വന്നാൽ ഞാനതിനെ പൂ പോലെ അങ്ങ് വിടും. അതാണ് എൻ്റെ ഒരു മെൻറ്റാലിറ്റി. എൻ്റെ ഭർത്താവിനെ ദേഷിപ്പിക്കാതെ അദ്ദേഹത്തിന് സന്തോഷിപ്പിക്കത്തക്ക നിലയിൽ എന്തെങ്കിലും ചെയ്യണം. അതിലുപരി എന്നെ അദൃശ്യമായ നിലയിൽ നിന്ന് കാണുന്ന എൻ്റെ കർത്താവിൻ്റെ ഹിതം എന്താണെന്ന് അതറിഞ്ഞ് ചെയ്യണം. അതിൽ കൂടുതൽ എന്താ ചെയ്യേണ്ടത്? എൻ്റെ പോളിസി അത് തന്നെയാണ്. ഞങ്ങൾക്ക് യുവജനങ്ങൾക്കൊരു മാതൃകയാണ് വത്സം ആൻറ്റി. ഭയങ്കരമായിട്ട് എന്താ പറയുന്നത്, എൻകറേജിങ് ആണ്, ഇൻസ്പയറിങ് ആണ് എന്നൊക്കെ ഞാൻ പറഞ്ഞു പോവുകയാണ്. കാരണം വളരെ സന്തോഷമുണ്ട്. കർത്താവിനെയും ഭർത്താവിനെയും പ്രസാദിപ്പിച്ചാൽ മതി, ബാക്കി ആരെയും നോക്കേണ്ട കാര്യമില്ല. അത് തന്നെയാണ് ഇതാണ് ഞാൻ എൻ്റെ ആപ്തവാക്യം. ഇവിടെ എൻ്റെ ഭർത്താവും അവിടെ എൻ്റെ കർത്താവും എൻ്റെ ഏറ്റവും മെയിനായിട്ടുള്ളൊരു ആപ്തവാക്യമായത് ഞാൻ എപ്പോഴും പറയും. ഇവിടെ എൻ്റെ ഭർത്താവ് എന്നോട് എന്തിനേലും എതിർക്കുന്നുണ്ടെങ്കിൽ അത് ഞാൻ അപ്പോഴേ നോ പറയും, വേണ്ട. അതാണ് ഈ എപ്പിസോഡ് നമുക്കിവിടെ അവസാനിപ്പിക്കാം. നമുക്കൊരു പാട്ടോടെ അവസാനിപ്പിച്ചാലോ? അതിനെന്താ. അപ്പോഴ് എനിക്ക് വളരെ പിന്നെ എന്നെ സ്വാധീനിച്ചൊരു പാട്ടുണ്ട്. മുട്ടൻ കീബ്രീച്ച് എന്ന് പറയുന്ന ഒരു ദേവദാസൻ്റെ അനുഗ്രഹിക്കപ്പെട്ടൊരു ഗാനമുണ്ട്. അത് എനിക്കത് വളരെ പ്രചോദനം തന്നിട്ടുണ്ട്. ഞാനത് കർത്തൃമേശ വരുന്ന സമയത്ത് ഞാൻ കരഞ്ഞുകൊണ്ടിരുന്ന ദിവസം നിന്ന് കരഞ്ഞിരുന്ന് അത് പാടി ദൈവത്തെ മഹത്വപ്പെടുത്തും. അല്ലാതെ ഞാനിങ്ങനെ വണ്ടി ഓടിക്കുന്ന സമയത്ത് പോകുന്ന വഴിക്ക് വരുന്ന എപ്പോഴും എൻ്റെ ഹൃദയത്തിനകത്ത് വളരെ എനിക്ക് പ്രചോദനം നൽകിയിട്ടുള്ള ഒരു പാട്ടിൻ്റെ ഒരു പല്ലവിയാണ്. പഴയ ഒരു പാട്ടാണ്. ദൈവ കുഞ്ഞാടേ നിൻ സ്നേഹരസം എന്നകമേ വഴിഞ്ഞോളാൻ ഉന്നതനെ സ്തുതിച്ചിടാൻ. ദൈവ കുഞ്ഞാടേ നിൻ സ്നേഹരസം എന്നകമേ വഴിഞ്ഞോളാൻ ഉന്നതനെ സ്തുതിച്ചിടാൻ. മണ്ണിലെന്നോ തവ സേവ ചെയ്യാൻ എന്നെ നിറയ്ക്കണമേ. ഓ മണ്ണിലെന്നോ തവ സേവ ചെയ്യാൻ എന്നെ നിറയ്ക്കണമേ. സ്നേഹം ഇതാശ്ചര്യമേ, ഓ അതിശയമേ, ഓ അതിശയമേ. ചോണിതലേ ഞാനെന്നും പാടുമേ ഈ ദിവ്യ സ്നേഹത്തെ. ആഴം ആരായ്വതിനാരറിവോ, 1000 നാവുണ്ടെന്നാലും ഞാനിതു ചൊൽവതിനാമോ. ഏതും ഒരംശം ഉരച്ചിടുവാൻ
പാരിതിലാർക്കെഴുതോ ഓ ഏതും ഒരംശം ഉരച്ചിടുവാൻ പാരിതിലാർക്കെഴുതോ സ്നേഹം വിതാശ്ചര്യമേ ഓ അതിശയമേ ഓ അതിശയമേ ചോണീതലേ ഞാനെന്നോ പാടുമേ ഈ ദിവ്യ സ്നേഹത്തെ എന്നുള്ള നിഗ്രഹിക്കപ്പെട്ടൊരു പാട്ടുണ്ട്. അതിനകത്ത് ഓരോ വരികളും നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന അങ്ങനെയുള്ളൊരു പാട്ടാണ്. ബാക്കി കഥയൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ പറയാം. ഓക്കെ.